ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ആത്മാരമ്യ വേൾഡിലേക്ക് സ്വാഗതം. വിഷു എല്ലാം കഴിഞ്ഞു, എന്നാലും വിഷുവിൻ്റെ ഒരു വീഡിയോ കൂടി ബാക്കിയുണ്ട്. വിഷുവിൻ്റെ പടക്കം പൊട്ടിക്കലും അന്ന് തന്നെ എൻ്റെ ആങ്ങളമാരുടെ കൂടെ ഒരു നൈറ്റ് ഡ്രൈവും ആ വിശേഷങ്ങൾ കണ്ടാലോ. ഈ പടക്കം എങ്ങനെയാ പൊട്ടിക്കുകയെന്നറിയാതെ സോനുക്കുട്ടനും ശരത്തോട്ടനും കൂടി പടക്കം പൊട്ടിച്ചും അവരെവിടേക്ക് ഓടി, അവരുടെ പുറകെ ആ പടക്കവും കൂടി ഓടി. പിന്നെ കുറച്ച് നേരത്തേക്ക് ശരത്തൊരു നോർമൽ അല്ലാത്ത പോലെ ഇങ്ങനെ നടക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് അച്ചുക്കുട്ടനും സോനുക്കുട്ടനൊക്കെ കൂടി ശരത്തിനെ കുറേ ആശ്വസിപ്പിച്ച് ആ ഒരു കുറച്ച് സമയത്ത് കിളി പോയൊരവസ്ഥയായിരുന്നു എല്ലാവരും. പിന്നെ അച്ചു കാണിച്ചു തന്നു ശരിക്കും എങ്ങനെയാ ഈ പടക്കം പൊട്ടിക്കണ്ടേന്ന്. സോനുവിന് ആ ചിക്ക് ബുക്ക് എന്ന് പറഞ്ഞ പടക്കം പൊട്ടിച്ചേ അടങ്ങുള്ളൂ. എന്നിട്ട് പിന്നെ മതിലിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് കമ്പത്തിരി വെച്ച് കത്തിച്ചിട്ട് പോവും. അതും ഇതുപോലെ റോഡിലേക്ക് തെറിച്ച് പൊട്ടിയിട്ട. ഇതെന്തോ പുതിയ ഐറ്റാണെന്ന് പറഞ്ഞിട്ട് കത്തിക്കാൻ പോവാം കേട്ടോ. ഇന്ന് റൗണ്ടിലാണ് 12 എണ്ണം ആണുണ്ട്. അതിങ്ങനെ ഓരോന്ന് പൊട്ടി 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 മുകളിലോട്ട് പോകും. ഇതെന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് അച്ചുകുട്ടൻ അത് കത്തിച്ചിട്ട് അങ്ങോട്ട് മാറി വലിയൊരു ന്യൂസ് പേപ്പർ വെച്ചിട്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഓരോന്നായിട്ട് പൊട്ടാൻ എവിടെ നിക്ക് അമ്പോ അടിപൊളി എടി ഇവിടെ നിൽക്കടി. സൂപ്പർ, ആഹാ അടിപൊളി അടിപൊളി, സെറ്റ് സെറ്റ്. വാ 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 വാ, അടിപൊളി. അങ്ങനെ മുകളിലോട്ട് ഞാൻ വരാൻ അറിയട്ടെ. പറട്ടെ കത്തണവരെ മുമ്പിലേക്ക് ഓടണം. അങ്ങനെ അവരുടെ കൂടെ ഒക്കെ കുറച്ച് ഞാനും പടക്കം പൊട്ടിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ നൈറ്റ് ഡ്രൈവിന് പോയി. നൈറ്റ് ഡ്രൈവിനേക്ക് പോകുമ്പോൾ എവിടേക്കാ പോടിയെന്ന് യാതൊരു ഐഡിയയില്ല. പക്ഷെ ചെന്നത് നല്ലൊരു സ്ഥലത്തായിരുന്നു. ഒരു പുഴയുടെയൊക്കെ സൈഡിലായിട്ട് നമുക്ക് സീറ്റൊക്കെ ഉണ്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ. പിന്നെ പിള്ളേർക്ക് ജസ്റ്റ് ഇരുന്ന് കളിക്കണമെന്നുണ്ടെങ്കിൽ എക്സസൈസിൻ്റെയൊക്കെ ഒരു ഇതുപോലെയാണ് വെച്ചിരിക്കുന്നത്. എന്നാലും പിള്ളേരൊക്കെ അത് എൻജോയ് ചെയ്തു. നെയ്നു റോഡ് കണ്ടപ്പോൾ നല്ല ഓടി കളിക്കായിരുന്നു. അപ്പോൾ പിള്ളേരാണെങ്കിൽ രാത്രി 1:30 സമയത്തൊക്കെ ആട്ടോ ഞങ്ങൾ ഈ റോഡിലൊക്കെ ഇങ്ങനെ നടക്കുന്നത്. ഒരു ബൈക്കാരൻ അതിലേ പോയി. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കി ഇതെന്താന്ന്. അച്ചു ആണെന്നുണ്ടെങ്കിൽ ഡാൻസ് കളിക്കുന്നുണ്ട്. കഴിഞ്ഞപ്പോൾ നൈനും ഇങ്ങനെ നോക്കുക ഇത് ഏതായി അത്ഭുതം ജീവി എന്നുള്ള രീതിയിൽ. നൈറ്റ് ഡ്രൈവ് നമ്മുടെ ഇങ്ങനെ കൂടെ നമ്മുടെ ചേർന്ന് നിൽക്കണം, നമ്മുടെ അനിയന്മാരും എല്ലാവരും കൂടി ആയിട്ടാകുമ്പോൾ നല്ലതായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. ഞാൻ അങ്ങനെ പോയിട്ടൊന്നുമില്ല, ആദ്യമായിട്ടാണ് നൈറ്റ് ഡ്രൈവ് പോകുന്നത്. പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ. ഇങ്ങനെ പിള്ളേരെ കൂടി, അതായത് ഈ മിഡ് നൈറ്റ് പോലത്തെ സമയത്ത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാ സപ്പോർട്ടിനും നന്ദി. എപ്പോഴും നമ്മുടെ ഫാമിലി ടൈമിൽ നമ്മുടെ ഫാമിലി ഏറ്റവും അടുപ്പമുള്ള, നമുക്ക് മെൻ്റലി കൂടുതൽ ചേർന്ന് നിന്ന് പോണവരുടെ കൂടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എല്ലാവരുടെയും ലൈഫ് എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ട് പോവുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾ ഓർക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ വീണ്ടും ചാനലിൽ സപ്പോർട്ട് വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഞങ്ങൾ പിന്നെ കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ കുറച്ച് ചായയൊക്കെ കുടിച്ച് അങ്ങനെ. താങ്ക് യു.